ഹലോ മങ്സ്, വെൽക്കം ടു കിട്ടുമെങ്കിൽ. ഇന്ന് നമ്മൾ ഒക്ട്രയിൽ രണ്ടാമത്തെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ടാസ്ക്കാണ്. ആദ്യം വാലറ്റ് ജനറേറ്റ് ചെയ്യാൻ ഒന്ന്, പിന്നെ കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ഒരു ടാസ്ക് ആയിട്ട് അവർ വന്നേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ടാസ്കുകൾ ചെയ്യാനായിട്ട്, അപ്പോൾ നല്ല രീതിയിലൊക്കെ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വാലറ്റിനുള്ളിലൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാസ്കിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നായിട്ടൊരു ജനറൽ ഇൻഫോ, ഇത് ഡോണ്ട് ഡു ദിസ്, ഞാനിത് കാണിച്ചു തരുന്നത് മാത്രമാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. റെപ്പോസിറ്ററി എവിടെയാണ് കാണുക, നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ റെപ്പോസിറ്ററീസ് എന്ന് കാണാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെപ്പോസിറ്ററിയും എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ എനിക്ക് റെപ്പോസിറ്ററി ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ ഒന്നും ഓപ്ഷൻസ് ഇല്ല അല്ലേ. അപ്പോൾ എനിക്ക് ഒരു റെപ്പോസിറ്ററിക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കോഡ് സ്പേസ് അല്ലാട്ടോ റെപ്പോസിറ്ററി. അത് കളയുന്നുണ്ട് സെറ്റിംഗ്സിലേക്ക് വരിക. അതിനുശേഷം നേരെ ഏറ്റവും താഴോട്ട് വരിക. ഡിലീറ്റ് ദിസ് റെപ്പോസിറ്ററി എന്ന് കാണാൻ പറ്റും. ഐ വാണ്ട് ടു ഡിലീറ്റ് ദി റെപ്പോസിറ്ററി. ഐ ഹാവ് അണ്ടർസ്റ്റാൻഡ് റിസ്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുന്ന ആ മെസ്സേജ് എന്ത് ചെയ്യുക, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം താഴെ അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ദി റെപ്പോസിറ്ററി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 ഫാക്ടർ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓതൻറ്റിക്കേറ്ററിലൊക്കെ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ ടാസ്ക് എന്നിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു കോഡ് സ്പേസ് നമുക്ക് എന്തുണ്ട്, run.sh റൺ ചെയ്യാനായിട്ട് നമ്മളൊരു കോഡ് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതിനുള്ള എല്ലാ ഫയൽസും ഇവിടെ കിടക്കുന്നുണ്ട്. വാലറ്റ് ഫയൽസും അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കമ്മിറ്റ് ചെയ്യാനുള്ള ഫയൽസും എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന ടാസ്കുകളൊക്കെ നമ്മളിപ്പോൾ ഇതിനൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കണം, അത് അടുത്തതിന് വേറെ റെപ്പോസിറ്ററി ഉണ്ടാക്കണം, അങ്ങനെ വേറെ റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വരും. അത് ഭയങ്കര ഒരു ടെഡിയസ് ടാസ്ക്കാണ്. അതുപോലെ കോഡ് സ്പേസും സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാത്തിനും ഒരു അംബ്രല്ലയുടെ ഉള്ളിൽ ഒരൊറ്റ സാധനത്തിനുള്ളിൽ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഗിറ്റ്ഹബിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മളെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് എന്ത് വരും, നമുക്ക് ഇതുപോലെ ഗിറ്റ്ഹബ് കാണാൻ പറ്റും അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യുക, ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഹോം ക്ലിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഒക്ട്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കണം. ഒക്ട്രയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ. എല്ലാത്തിനും എല്ലാം ഇനി വരണമെങ്കിൽ ചിലപ്പോൾ പുതിയ പുതിയ ടാസ്കുകൾ വരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്താണ്, ഞാൻ ഒക്ട്ര CM എന്നിട്ട് റെപ്പോസിറ്ററി ഉണ്ടാക്കി. അതിനുശേഷം ഇത് ഒരു ആഡ് മീ റീഡ് ഫയൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാണ്ടിരിക്കാം. റീഡ് മീ ഫയൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ പോലെ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് മീ ഫയൽ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാത്തിനും കുറച്ച് സ്റ്റെപ്പുകൾ കാണാറില്ലേ. ഇപ്പോൾ ഒക്ട്രയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് റെപ്പോസിറ്ററി. ഇതിലിങ്ങനെ എഴുതി വെച്ചാൽ ഇതാണ് ഈ റീഡ് മീ ഫയൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുതിയ റെപ്പോസിറ്ററി നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോഡ് സ്പേസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോഡ് സ്പേസ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ വന്നിട്ട് കോഡ് സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇതിൽ ഫോർക്കേണ്ട ആവശ്യമില്ല. ഇല്ല, കാരണം ഇത് എൻ്റെ റെപ്പോസിറ്ററി ആണ്, ഞാൻ ഉണ്ടാക്കിയ റെപ്പോസിറ്ററി ആണ്, ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്നതാണോ അല്ല. അപ്പോൾ കോഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റ് കോഡ് സ്പേസ് ഓൺ മെയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു റെപ്പോസിറ്ററിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, ഒരു കോഡ് സ്പേസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു സെറ്റ് മതി, നമുക്ക് ഈ ഒരു കോഡ് സ്പേസ് മാത്രം മതി ഇനി നമുക്ക് ഫുൾ എൻറ്റയർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇനി വരുന്ന ടാസ്കുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ, ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിടക്കണ്ട, ഇല്ല. അപ്പോൾ പഴയ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ. ഈ ഒരു ഫോൾഡറിനുള്ളിലോട്ട് പഴയ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആൾക്കാരുകളെ മൊത്തം, ഇവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ വാലറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എൻ്റെ ഈ കോഡിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എനിക്കിവിടെ CM ഒക്ട്ര പ്രീ ക്ലൈൻ എന്നാണ് എന്ത്, എൻ്റെ റെപ്പോസിറ്ററിയുടെ പേര് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും എൻ്റെ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എൻ്റെ ആ റെപ്പോസിറ്ററിൽ പോകുന്നു. ഏതാണ് എൻ്റെ റെപ്പോസിറ്ററി, CM ഒക്ട്ര പ്രീ ക്ലൈൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങൾ ഏത് പേരിന്ന് കാണാൻ പറ്റും അല്ലേ. നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത സ്റ്റെപ്പുകൾ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ ഏത് ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററി ഏതാണ്, അതാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതാണ് ഞാൻ ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററി. അപ്പോൾ എന്ത് CM ഒക്ട്ര പ്രീ ക്ലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇതാണ് ആ റെപ്പോസിറ്ററി തുറന്നു വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ കോഡും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലോക്കലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം HTTPS എന്നാണല്ലേ, ഈ കോപ്പിയും ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തെടുക്കുക. ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു റെപ്പോസിറ്ററിനെ ഞാനിപ്പോൾ ഒരു പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കിയില്ലേ, ഒക്ട്ര CM എന്ന് വന്നിട്ട്, ആ റെപ്പോസിറ്ററിയുടെ ഉള്ളിലേക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പോവാണ്. ക്ലോൺ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. അതാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു കോഡ് സ്പേസിൽ വന്നു. ഏത് കോഡ് സ്പേസിൽ, ഞാൻ പുതിയതായി ഉണ്ടാക്കിയ കോഡ് സ്പേസിൽ വന്നു. അപ്പോൾ എന്താ, എന്നോട് കാണാൻ പറ്റും, വർക്ക് സ്പേസസിനുള്ളിൽ ഒക്ട്ര CM ഈ ഒരു ഫോൾഡറിനുള്ളിലാണ് എടുക്കുന്നത്. ഈ ഒരു ഫോൾഡറിനുള്ളിലേക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനുള്ള ഒരു കമാൻഡാണ്, സ്മോൾ ലെറ്ററിൽ ഗിറ്റ് ക്ലോൺ എന്നടിക്കണം. സ്മോൾ ലെറ്ററിൽ തന്നെ അടിക്കണം കേട്ടോ, ചിലപ്പോൾ വർക്ക് ആവില്ല ക്യാപിറ്റൽ ലെറ്ററിൽ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, Ctrl+V അടിക്കുക. ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത കമാൻഡ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, എൻ്റെ ഒക്ട്ര CM-നുള്ളിൽ പ്രീ ക്ലയൻറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്തു, ഇവിടെ എത്തി. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എനിക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യണ്ടേ, എനിക്ക് ഈ പ്രീ ക്ലയൻറ്റ് റൺ ചെയ്യണം ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഒരു പ്രശ്നമുണ്ട്,
എൻ്റെ ഈ കോഡ് സ്പേസിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ അവിടെ റിക്വയർമെന്റ്സ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇല്ല. പക്ഷെ അതിനെന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ നിൽക്കണ്ടത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ഞാനൊരു കമാൻഡ് അടിച്ചപ്പോൾ കുറേ കമാൻഡുകൾ കിടക്കണം. അപ്പോൾ നിങ്ങൾക്കത് കളയാൻ ഇടുന്നത് ക്ലിയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു എന്ത് ചെയ്യും, ക്ലിയർ ആയി കിടക്കും. ഒന്നും സംഭവിക്കുന്നില്ല. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മേലെ സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഒന്ന് ക്ലിയർ ആക്കി കിട്ടും. നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ കമാൻഡ് അടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോൾഡറിൽ നിന്ന് മറ്റൊരു ഫോൾഡറിലേക്ക്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇവിടെ ഒക്ട്ര സി എം എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡറിൽ, മെയിൻ ഫോൾഡറിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് ഏത് ഫോൾഡറിന്റെ ഉള്ളിൽ കയറണം, സി എം ഒക്ട്ര പ്രീ ക്ലൈൻ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് കയറണം. അതിനുള്ള കമാൻഡ് എന്താണ്, സി ഡി ചേഞ്ച് ഡയറക്ടറി. അതാണ് സി ഡിയുടെ അർത്ഥം. സി ഡി എന്നടിച്ചിട്ട് അവിടെ കാണുന്ന അതേ പേര് തന്നെ, സി എം ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ഒക്കെ അടിക്കാം കേട്ടോ, ഒക്ട്ര പ്രീ ക്ലൈന്റ്. നിങ്ങൾക്ക് ഈ പേര് തന്നെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. കാരണം നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ കൊടുക്കുന്നത് സി ഡി സി എം ഒക്ട്ര പ്രീ ക്ലൈന്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ റെപ്പോസിറ്ററി എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്, സി എം ഒക്ട്ര പ്രീ ക്ലൈന്റിനുള്ളിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഞാൻ മുന്നടിച്ച കമാൻഡാണ് കൊടുക്കുക, ഡൺ ഡോട്ട് എസ് എച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നേരത്തെ വന്ന അതേ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റ് ടൈമിലുള്ള എന്ത് ചെയ്യും, അതൊക്കെ ഇവിടെ സെറ്റപ്പ് ആയിട്ട് ഇവിടെ വന്നോളും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ പഴയ പോലെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ അടിച്ച പോലെ 2 അടിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആകെ ചെയ്യുന്നത് എന്താണ്, എനിക്കിനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇനി പുതിയ ടാസ്ക് ചെയ്യാൻ പോകുന്നതായിരിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ 0 അടിച്ച് എന്ത് ചെയ്തു, എക്സിറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ സ്ക്രീൻ കാണുന്നത്, എനിക്കിപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ടെർമിനൽ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്താൽ മതി, ഞാൻ നേരത്തെ അടിച്ച കമാൻഡ് ഇല്ലേ, സി ഡി ഒക്ട്ര. ഇപ്പം ഞാൻ മുന്നത്തെ കമാൻഡ് പ്രോംപ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും, പുതിയ കമാൻഡ് പ്രോംപ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമാൻഡ് പ്രോംപ്റ്റ് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കമാൻഡ് പ്രോംപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനുള്ളിലേക്ക് കയറേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് ഇവിടെ നിന്ന് മതി, ഒക്ട്ര സീമിൽ നിന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്കിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വിചാരിക്കണം, എനിക്ക് ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിനുള്ളിലേക്ക് പോകണം, അല്ല ഈ ഒരു ഫോൾഡറിനുള്ളിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സി ഡി എന്നടിച്ചിട്ട് സ്പേസ് 2 ഡബിൾ ഡോട്ട് അടിക്കുക. അപ്പോൾ എന്ത് പറ്റും, സോറി ക്യാപിറ്റൽ ആണ് അടിച്ചത്, സി ഡി എന്ന് അടിച്ചിട്ട് 2 ഡബിൾ ഡോട്ട് അടിക്കുക, ഒരു സ്പേസ് ഇട്ടിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് തൊട്ട് മുന്നത്തെ ഫോൾഡറിലേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ കാണിക്കുകയാണ്, കുറച്ച് കാണാൻ വേണ്ടിയിട്ട്, ബ്ലൂ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒക്ട്ര സീമിലാണെന്ന്, നിങ്ങൾ രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലൂവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂവിൽ ചെയ്യാം. എനിക്ക് ആ ബ്ലൂവിൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രം സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൂന്ന് മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സി ഡി ഏത് ഒരു ഫോൾഡർ നിൽക്കുന്നത് തൊട്ട് മുന്നത്തെ ഫോൾഡറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒക്ട്ര സി എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒക്ട്ര സി എം എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. ഇതാണ് എൻ്റെ പാരന്റ് ഫോൾഡർ. പാരന്റ് ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പിക്കുക. ഇനി ഈ പാരന്റ് ഫോൾഡറിനുള്ളിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഒക്ട്രയുടെ റെപ്പോസിറ്ററിൽ പോകാം. അതിനെന്താ മതി, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ ഇതിനൊരു ലിങ്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഗിറ്റ് ഹബിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിൻ്റെ ഒപ്പം, അതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഇവിടെ ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞുണ്ടോ, അതായത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഈ ഒരു റെപ്പോസിറ്ററി ഇല്ലേ, അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, കോഡ് ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഓൾറെഡി അറിയാലോ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ക്ലോൺ ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ ആ കമാൻഡ് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ഗിറ്റ് ക്ലോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഗിറ്റ് ക്ലോൺ എന്ന് അടിച്ചു കൊടുക്കുക. ഗിറ്റ് ക്ലോൺ സ്പേസ് നമ്മൾ നേരത്തെ ഇപ്പോൾ കോപ്പി ചെയ്ത കമാൻഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ കമാൻഡ് കോപ്പി ചെയ്താലും മതി. മനസ്സിലായില്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗിറ്റ് ക്ലോൺ കോപ്പി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, അത് റണ്ണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിച്ചു കണ്ടോ, എനിക്ക് എൻ്റെ പുതിയ ചെയ്യാനുള്ള ടാസ്കിന്റെ ഫോൾഡർ ഇവിടെ വന്നു. ഇപ്പോൾ ഒരു ഓർഗനൈസ് ആയില്ലേ. എൻ്റെ പഴയ പ്രീ ക്ലൈൻ ഇവിടെ എടുക്കുന്നുണ്ട്, എൻ്റെ പുതിയ വരാനുള്ള ടാസ്കുകൾ എടുക്കുന്നുണ്ട്. ഇനി പുതിയ എന്തെങ്കിലും വരണമെങ്കിൽ എനിക്ക് ഇവിടെ ഇതുപോലെ ഗിറ്റ് ക്ലോൺ അടിച്ചാൽ മതി. എവിടെയുള്ളിലേക്ക്, ഒക്ട്ര സീമിനുള്ളിലേക്ക്. നിങ്ങൾ ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു കമാൻഡ് അടിക്കണമെന്ന് നിങ്ങൾ സംഭവിക്കും, ഈ ഫോൾഡർ ഇതിന്റെ ഉള്ളിലായിരിക്കും കാണുക. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വർക്കിംഗ് പാത്ത് ഒക്ട്ര സി എം ആണ് എൻഷുർ ചെയ്യുക. ഇപ്പൊ നിൽക്കുന്ന ഒക്ട്ര സി എം ആണ് എൻഷുർ ചെയ്യുക. അപ്പോൾ അത് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത കമാൻഡിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു കമാൻഡ് എടുക്കണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വരിക. അതിനുശേഷം കൺട്രോൾ വി അടിക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ, നമുക്ക് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അത് മൊത്തം ഇൻസ്റ്റാൾ ആയിക്കോളും. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കമാൻഡ് ഇവിടെ കോപ്പി ചെയ്യാം. അടുത്ത കമാൻഡ് എന്താണ്, സോഴ്സ് ഹോം കാർഗോ എന്നൊരു കമാൻഡ് കോപ്പി ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫയലിനെ നമ്മൾ എന്ത് ചെയ്യാം, സോഴ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, സോഴ്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,
ഇനി എന്ത് ചെയ്യും, നമുക്ക് അടുത്ത കമാൻഡിലേക്ക് പോവാം. cd/cs001 ടെസ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമാൻഡ് അടിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത്, നമ്മളെവിടെ നിൽക്കുന്നത്? ഒക്ട്ര CMലാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? CS0 ഇതിനുള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ കമാൻഡ് കോപ്പി ചെയ്യണമെന്നില്ല. നമുക്കിവിടെ നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കമാൻഡ് തന്നാലും cd എന്ന് അടിച്ചാൽ മതി. cd എന്താണ്? ചേഞ്ച് ഡയറക്ടറി. ഇത് ഇനി എപ്പോഴും ഓർത്ത് വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഒക്ട്ര CMൻ്റെ ഉള്ളിൽ OS01 ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു റെപ്പോസിറ്ററി ഉള്ളിലേക്ക് നമ്മുടെ പാത്ത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കാർഗോ ബിൽഡ് റിലീസ് എന്നൊരു കമാൻഡ് കാണും, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കമാൻഡൊക്കെ എപ്പോഴും ഓർത്ത് വെക്കട്ടെ. CD ഡോട്ട് നിങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ അതേ ഫോൾഡറിൽ തന്നെയല്ലേ നിൽക്കുന്നേ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എൻഷുർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ ഫോൾഡറിലല്ല വേറൊരു ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്ത് പറ്റും, നിങ്ങൾ ഈ അടിക്കുന്ന കമാൻഡുകളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ പാത്ത്, നമ്മൾ ഫോൾഡർ എന്നല്ല ഇവിടെ പറയുക, നമ്മളെ പാത്ത് ചെക്ക് ചെയ്യാന്ന് പറയാം. ആ പാത്ത് എപ്പോഴും എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു കറസ്പോണ്ടിങ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫോൾഡർ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറി, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെന്ന് ഉറപ്പ് ചെയ്യുക. ഈ രണ്ട് ഫോൾഡറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഫോൾഡർ എന്താണ്, നമ്മുടെ പഴയ ടെസ്റ്റ്, നമ്മുടെ പഴയ ടാസ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ഫോൾഡറാണ് എന്ന് പറയുന്നത്. ഈ ഫോൾഡർ എന്താണ്, പുതിയത് വന്നിരിക്കുന്ന ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ കുറച്ച് ഫയലുകളൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു കമാൻഡ് അടിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, റിക്വയർഡ് ഫയൽസ് ഇൻ സെയിം ഡയറക്ടറി ക്രിയേറ്റ് വിത്ത് യുവർ ക്രെഡൻഷ്യൽസ് valid.json എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ വേണം. അത് എവിടെ കിടക്കുന്നു, നമ്മുടെ CM ഒക്ട്ര പ്രീ ക്ലയന്റിനുള്ളിൽ നമുക്ക് എന്ത് വേണ്ട, ഒരു valid.json ഫയൽ എടുക്കുന്നുണ്ട്. നമ്മൾ അന്ന് വാലറ്റ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ ഫയൽ എടുക്കുന്നുണ്ട് അല്ലേ. ആ ഫയൽ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് വെക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, അത് കോപ്പി ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് അടുത്ത കമാൻഡോട്ട് അടിക്കാം. ഏത്, ഈ കാണുന്ന കമാൻഡ്. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ, ആ ഡോട്ട് അടക്കം വേണം എന്ത് ചെയ്യാനായിട്ട്, കമാൻഡ് കോപ്പി ചെയ്യാനായിട്ട്. ഓക്കെ, ഡോട്ട് ഇല്ലാതെ കമാൻഡ് കോപ്പി ചെയ്യരുത്. അപ്പം ഞാൻ ഈ കമാൻഡ് എടുത്തു, അവിടെ നിന്ന് ഈ കമാൻഡ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CP, അതായത് ഈ ഒരു EI എന്ന് പറഞ്ഞ ഫോൾഡറില്ലേ, ആ ഫോൾഡറിൽ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, EI എക്സിക്യൂട്ട് ഇന്റർഫേസ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞാൽ CP എന്ന് പറഞ്ഞാൽ കോപ്പി. ഓക്കെ, കോപ്പിക്കുള്ള കമാൻഡാണ് CP എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്ത് കോപ്പി ചെയ്ത് വെച്ചു. ഇനി അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്, നമുക്ക് ഇവിടെ valid.json എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ വേണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ തൊട്ട് മുന്നിലെ ഇതിലേക്ക് വന്നിട്ട് ഇവിടേക്ക് വരിക, പ്രീ ക്ലയന്റ് ഓപ്പൺ ചെയ്യുക, valid.json റൈറ്റിൽ കേൾക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, OS ഇവിടേക്ക് വരിക, ഞാൻ ഇവിടേക്ക് വന്നു, ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു ഇതിൻ്റെ റൈറ്റിലേക്ക് ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു, എൻ്റെ valid.json എന്ന് തോന്നുന്നു ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണ്. നമ്മൾ 2 ഫോൾഡർ ഉണ്ടാക്കി, ആ ഫോൾഡറിനുള്ളിൽ എന്ത് സംഭവിച്ചു, ഈ ഒരു പുതിയ ഫോൾഡറിനുള്ളിലേക്ക് പഴയ ഫോൾഡറിൽ നിന്ന് ഞാനൊരു valid.json എന്ന് പറഞ്ഞ ഫയലിൽ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫയൽ എന്ത് ചെയ്തു, പുതിയ ഫോൾഡറിനുള്ളിൽ കൊണ്ടുനടക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, എനിക്ക് നേരെ ഒക്ട്രയിൽ പോയിട്ട് ഈ ഒരു കമാൻഡ് റിലീസ് ബൈനറി എന്ന് പറഞ്ഞ കമാൻഡ് എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഇനി എപ്പോഴും അടിക്കണം. നേരത്തെ നമ്മൾ .run./run.ss അടിച്ചില്ലേ, അവിടെ പകരം നമുക്ക് എന്ത് ./target release OS001 ടെസ്റ്റ് എന്ന കമാൻഡാണ് നമുക്ക് എപ്പോഴും അടിക്കേണ്ടത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടാർഗറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന റിലീസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഫയല് CS01 ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് റൺ ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കമാൻഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ സാധനങ്ങളും പ്രീ ക്ലയന്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇവിടെ വരും. കണ്ടില്ലേ, നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരു പോസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്നില്ലേ, എന്തൊക്കെയാണ് കാണുന്നത്, ഗ്രീറ്റിംഗ്, കോൺട്രാക്ട് ഇൻഫോ, ക്ലെയിം 1 ടോക്കൺ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീറ്റിംഗ് അടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും ഒരു കാര്യങ്ങൾ എന്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ വാലറ്റിൻ്റെ പബ്ലിക് കീ. നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ മുന്നത്തെ മെസ്സേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇത് E50 എൻ്റെ പബ്ലിക് കീ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പബ്ലിക് കീ ഇവിടെ വന്നൊന്ന് ഉറപ്പിച്ചു. ഇനി എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി എനിക്ക് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യാനുള്ളത്, കോൺട്രാക്ട് ഇൻഫോ, ഞാനൊരു 2 എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ 2 എന്ന് ക്ലിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ കോൺട്രാക്ട് ഇൻഫോ, മാത്ത് ആൻഡ് ടെസ്റ്റ് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ കോൺട്രാക്ട്, ഇതാണ് എൻ്റെ കോൺട്രാക്ട് ഇൻഫോ കിടക്കുന്നത്. ഇനി ക്ലെയിം ടോക്കൺ ഞാൻ 3 ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും, 29 ഒക്ട ഉണ്ട്. നിങ്ങൾക്ക് ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആരെയും ചോദിച്ചാൽ അയച്ചെന്നോളാം. ഓക്കെ, എൻ്റെ 29 ഒക്ട പ്രൈവറ്റ് അല്ലാത്ത ട്രാൻസാക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 4 ക്ലിക്ക് ചെയ്തോട്ടോ. അപ്പോൾ ഞാൻ 3 ക്ലിക്ക് ചെയ്തോട്ടെ. വെയിറ്റ് ഫോർ കൺഫർമേഷൻ കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. കുറച്ച് സമയമൊക്കെ പിടിക്കട്ടോ, എന്നിട്ട് എൻ്റർ അടിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ചെയ്ത് പോവുക. ഓക്കെ, ഇനി അടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഡോട്ട് പ്രൊഡക്റ്റ് ഞാനിപ്പോൾ 1 എന്ന് കൊടുത്തു, 2, 3, 4 കൊടുത്തു.
അപ്പോൾ 4 പ്രൊഡക്റ്റിന് എന്ത് ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ്? 1 x1 ഇൻറ്റു x2. x1 വാല്യൂൻ്റെ 1, x2 വാല്യൂൻ്റെ 3. 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 4 y1 ഇൻറ്റു y2. 2 4 8. 8 പ്ലസ് 3 11. അപ്പോൾ അതെല്ലാം ക്യാൻസൽ കിട്ടിയ ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്. വേറെ ഒന്നുമില്ല, ഒരു ചെറിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, അതിന്റെ കോൺട്രാക്ട് സാധനം വന്നിട്ടുണ്ട്, നമ്മൾ ആ ചെയ്തതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ട്രാൻസാക്ഷൻ പോകണം. ഓക്കെ, ഇനി അടുത്തത് ക്ലെയിം 1 ടോക്കൺ കഴിഞ്ഞു. വെക്ടർ മാഗ്നിറ്റ്യൂഡ് വന്നത്. അപ്പോൾ 6 കൊടുക്കുക. നിങ്ങളിപ്പോൾ ഇതിന്റെ വലിയ മാത്തമാറ്റിക്കൽ വശങ്ങളൊന്നും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങളിത് നമ്പർ അടിച്ച് മാത്രം എന്താ മതി, ഓരോന്ന് ചെയ്താൽ മതി. രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അടിച്ചു കൊടുക്കുക. റിസൾട്ട് ഒന്ന് 1 2 ഒന്നും. അപ്പോൾ ഇതിന്റെ മാത്തമാറ്റിക്സിലേക്ക് പോകണമെങ്കിൽ എന്ത് വന്നത്? വെക്ടർ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താനുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് x റേസ് ടു 2. എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ 1, എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ 1 റേസ് ടു 2. 1ന്റെ പവർ എത്ര വന്നാലും അതിന് ആൻസർ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. 1 × 1 × 1 × 1 എത്ര അടിച്ചാലും 1 തന്നെ ആയിരിക്കും. അടുത്ത് പ്ലസ് y റേസ് ടു 2. y വാല്യൂ എന്നിട്ട് 2. 2 റേസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2, അതായത് 4. അപ്പോൾ 4 + 1 5. 5ന്റെ സ്ക്വയർ റൂട്ട് 2.2 സംതിങ്, ഒരു അപ്രോക്സിമേറ്റ് വരാം. അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എന്ത്? അതിന്റെ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 എന്ന് പറഞ്ഞൊരു കിട്ടുന്നത്. അപ്പോൾ 2.5ന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലോർ വാല്യൂ ആണ് 2 എന്ന് ആൻസർ പറഞ്ഞത്. അതാണ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് കൊടുത്തത്. നിങ്ങൾ ഇത്ര ബേസ് ആയിട്ട് മാത്തമാറ്റിക്സ് ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ നമ്പർ മാത്രം അടിച്ചെടുത്താൽ മതി. അടുത്ത് നമ്മൾ ചെയ്യുന്നത് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ പവർ കൊടുക്കാണ്. ഇപ്പോൾ ബേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ് ആണ് എന്ത്? 2 എന്ന് പറയുന്നത്. 2 കൊടുത്തു. അതിന്റെ എക്സ്പോണന്റ് 3 കൊടുത്തു. അപ്പം എന്തോന്നു? 2 × 2 × 2 അല്ലേ? 2 × 2 4 4 × 8. അപ്പം അതിന് ആൻസർ എന്ത് കിട്ടി? 8 എടുത്ത്. അതാണ് ബേസും എക്സ്പോണന്റ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഫാക്ടോറിയൽ 8 എന്ന് പറഞ്ഞു കൊടുത്തു. n മാക്സ് 20. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 ഫാക്ടോറിയൽ കൊടുത്തു നോക്കിയാൽ അപ്പോൾ അതിന് ആൻസർ എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ അടുത്ത ഫാക്ടോറിയൽ കൊടുക്കുന്നത് 8 കൊടുത്തിട്ട് 3 കൊടുത്തു വിചാരിക്കുക. 3 കൊടുത്ത ആൻസർ എന്തായിരിക്കും? 1 × 2 × 2 1 × 2 × 3. 1 × 2 എന്ന് പറഞ്ഞാൽ 2 2 × 3 എന്ന് പറഞ്ഞാൽ 6. അതായത് ഏത് നമ്പറാണോ ഫാക്ടോറിയൽ എടുക്കുന്നത് അതിന്റെ ഫാക്ടോറിയൽ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. 3 ഫാക്ടോറിയൽ എഴുതുന്നത് 3, ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്കില്ലേ, ഇതാണ് 3 ഫാക്ടോറിയൽ ചിഹ്നം. ഏത് ഫാക്ടോറിയൽ ഇട്ടാലും അതിന്റെ തൊട്ട് മുന്നുള്ള നമ്പറുകളില്ലേ, ആ നമ്പറുകൾ എന്ത് ചെയ്യുക? വെറുതെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ, ഞാൻ 8 കൊടുക്കുകയാണ്. 8 കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ 5 കൊടുത്തു. അപ്പോൾ 5 × 4 × 3 × 2 × 1. അതിന്റെ ആൻസർ ആണ് എന്ത് വരിക? എനിക്കിവിടെ ചെയ്ത് കാണിക്കുക. 5 × 4 20, 20 × 3 60, 60 × 2 120. അപ്പോൾ ആൻസർ എന്ന് കിട്ടി? 120 കിട്ടി അല്ലേ? അപ്പോൾ അതാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വന്നത് ഫിബൊനാച്ചി നമ്പറാണ്. അപ്പോൾ ഞാൻ ഫിബൊനാച്ചി നമ്പർ സാധാരണ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ എല്ലാ ഫിബൊനാച്ചി നമ്പറും കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു വെച്ചു. പക്ഷെ അതല്ല, ഇത് ആ പൊസിഷനിൽ എടുക്കുന്ന ഫിബൊനാച്ചി നമ്പർ ആണ്. എന്താണ് ഫിബൊനാച്ചി നമ്പർ? ഫിബൊനാച്ചി നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫിബൊനാച്ചി നമ്പർ. കണ്ടില്ലേ? ഈ ഒരു സീക്വൻസിലാണ് ഫിബൊനാച്ചി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടോ. അതായത് ആദ്യം 0 എഴുതും. ശരിക്കും പറഞ്ഞാൽ 0 ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. 0 ചില സ്ഥലത്തൊന്നും 0 ഇൻക്ലൂഡ് ചെയ്യില്ല. ഇവിടെ നോട്ടാണ് സ്ഥലത്ത് വാങ്ങാം. ഓക്കെ, അപ്പോൾ എന്ത് 0 + 1 1, അതാണ് മൂന്നാമത്തെ എഴുതുക. അതിനുശേഷം എന്ത് 1 + 1, അതാണ് എന്ത് ചെയ്യുക? നാലാമത്തെ എഴുതുക. ഇനി 1 + 2, അതാണ് എന്ത് ചെയ്യുക? അഞ്ചാമത്തെ എഴുതുക. അതിന് 2 + 3, അതാണ് ആറാമത്തെ എഴുതുക. 3 + 5 8. അതായത് തൊട്ട് മുന്നിലുള്ള രണ്ട് നമ്പറുകളുടെ അഡീഷൻ ആണ് എന്ത് ചെയ്യുക? അടുത്തടുത്ത ഫിബൊനാച്ചി ആയിട്ട് എഴുതി വെച്ച് പോകുന്നത്. അപ്പോൾ ഫിബൊനാച്ചി സീക്വൻസ് മനസ്സിലായി വിചാരിക്കുന്നു. പക്ഷേ ഇവരുടെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ 5 എന്ന് പറഞ്ഞ് കൊടുത്തെന്ത് വരും? എനിക്ക് സാധാരണ വേണ്ടത് എന്താണ്? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 3 ആണ് വേണ്ടത്. പക്ഷെ ഒരു 0 ഇൻക്ലൂഡ് ചെയ്തില്ല. കുറെ ഫിബൊനാച്ചി നമ്പർ എന്നിട്ട് 0 ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അഞ്ചാം നമ്പർ ഏതാ? 5 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ആൻസറിങ് എന്ത് കിട്ടണം? 5 എന്ന് ആൻസർ കിട്ടണം. അതായിരിക്കും എന്ത് ചെയ്യുക? എനിക്ക് ഇവിടെ ആൻസർ കിട്ടുക. കണ്ടില്ലേ? 5. ഇനി ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാനിപ്പോൾ 9 വീണ്ടും കൊടുത്തിട്ട് ഫിബൊനാച്ചി നമ്പർ കൊടുത്തിട്ട് ഞാനിപ്പോൾ 6 എന്ന് കൊടുത്ത് എനിക്ക് ഏത് ആൻസർ കിട്ടും? 8 കിട്ടും അല്ലേ? കണ്ടില്ലേ? 8 കിട്ടി. ഫിബൊനാച്ചി നമ്പർ 8 ആണെന്നില്ലേ? 8 കിട്ടി. ഇത്രയുള്ള ഫിബൊനാച്ചി നമ്പർ നിങ്ങൾ ഓരോ പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇനി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 10. ഞാൻ 10 അടിച്ചു കൊടുക്കണം. സോറി. അപ്പോൾ ഞാൻ എയുടെ വാല്യൂ ഒരു 10 അടിച്ചു കൊടുക്കണം. 10 അടിച്ചു കൊടുത്താൽ ബിയുടെ വാല്യൂ 2 അടിച്ചു കൊടുക്കണം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഈ രണ്ട് നമ്പറിനെയും ഏറ്റവും ഡിവൈഡ് ചെയ്യണ ഏറ്റവും വലിയ നമ്പർ അതിൽ എഴുതിച്ചത് ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ദാറ്റ് ഡിവൈഡ്സ് 2 or more ഇൻഡിജർ വിത്തൗട്ട് ലീവിങ് എ റിമൈൻഡർ. റിമൈൻഡർ ഒന്നുമില്ലാതെ ഇതിന് രണ്ടിനും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. എന്തുകൊണ്ട് റിമൈൻഡർ ഇല്ലാവുന്നത്? 10ന് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 10ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ 2ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ രണ്ട് നമ്പറിലും ഏറ്റവും വലുതായിട്ട് ഏറ്റവും വലിയ നമ്പർ രണ്ടിനും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പർ ഏതാണ്? 2 ആണ്. അതുകൊണ്ടാണ് GCD 2 വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ നിങ്ങൾക്ക് ഒരു നമ്പർ കൊടുക്കണം. 8ഉം 12ഉം സോറി, ഞാൻ 10 കൊടുക്കട്ടെ. 10 കൊടുത്തു. അതിനുശേഷം 12, പിന്നെന്ത് ചെയ്യണം? ഞാനൊരു 8ഉം കൊടുത്തു.
ആൻസർ എന്തായിരിക്കും വരിക? നിങ്ങളൊന്ന് ഗസ് ചെയ്തത് വരുന്നതിനേക്കാൾ മുന്നേ. അതായത് 12നും 8നും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്ത് ചെയ്യുക? എനിക്ക് ആൻസർ ആയിട്ട് അറിയാം. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഒരു നമ്പറുകളൊക്കെ കൊടുത്ത് ഒരു റാൻഡം നമ്പറുകളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടില്ലേ? 4 വന്നു. കാരണം 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കഴിഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം റിമൈൻഡർ വരും. 12നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ 4 ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇതിന്റെ മാത്തമാറ്റിക് വേർഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകാം. അല്ലാതെ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസും കൊടുത്ത് പോവാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം നമ്പർ ചെക്ക് ചെയ്യാനാണ്. 11 പ്രൈം നമ്പർ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. API നോട്ട് റെസ്പോൺസ് ഉണ്ട്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് API എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരൊരു API ആയിട്ടാണ് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊരു റിക്വസ്റ്റ് വിടുന്നു, അവിടെ ഒരു സെർവർ ഇരിക്കുന്നുണ്ട്. ആ സെർവറിലേക്ക് റിക്വസ്റ്റ് എത്തുന്നു. അവിടെ നിന്ന് റിട്ടേൺ ആണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റിക്വസ്റ്റ് ഇടുന്ന സെർവറിന് എന്തെങ്കിലും റെസ്പോൺസ് ഇങ്ങോട്ട് തിരിച്ച് കിട്ടില്ല. അപ്പോഴാണ് API എറർ എന്നൊക്കെ എറർ വരുന്നത്. ഓക്കെ, യൂഷ്വലി അങ്ങനെയാണ് വരാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് GitHub എന്ത് ചെയ്യുന്ന റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ എറർ ചിലപ്പോൾ സോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. GitHub ഇത് ടോട്ടലായിട്ട് ഇതല്ല റിഫ്രഷ് ചെയ്യുന്നത്, ടോട്ടലായിട്ട് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ശരിയാണെങ്കിൽ വീണ്ടും റിഫ്രഷ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത് പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്താണെന്ന് അറിയാം. അതായത് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും വേറെ ആ 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിലാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2, 3, 5 ഉണ്ട്. അപ്പോൾ 5 എടുത്തു കഴിഞ്ഞാൽ 5നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത് 0 റിമൈൻഡർ വരണം. 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റുമോ? ഇല്ല. 5 കൊണ്ട് പറ്റുമോ? പറ്റും. അപ്പോൾ 5 കൊണ്ട് 1 കൊണ്ട് മാത്രമാണ് എന്ത് പറ്റുന്നത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 5 എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പറാണ്. ഇനി 6 എടുത്തു. 6ന് 1 കൊണ്ട് പറ്റുമോ? പറ്റും. 2 കൊണ്ട് പറ്റുമോ? പറ്റും. 3 കൊണ്ട് പറ്റുമോ? പറ്റും. 4 കൊണ്ട് പറ്റുമോ? ഇല്ല. 5 കൊണ്ട് പറ്റുമോ? ഇല്ല. 6 കൊണ്ട് പറ്റുമോ? പറ്റും. അപ്പോൾ 6ന് ഏതൊക്കെ നമ്പർ കൊണ്ട് പറ്റി? 2 കൊണ്ട് പറ്റി, 1 കൊണ്ട് പറ്റി, 3 കൊണ്ട് പറ്റി, 6 കൊണ്ട് പറ്റി. അപ്പോൾ ആ നമ്പറും 6ഉം 1ഉം അല്ലാതെ വേറെ ഒരു നമ്പർ കൂടി കൊണ്ട്, വേറെ മൾട്ടിപ്പിൾ നമ്പർ കൊണ്ട് എന്തൊരു 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 6 എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. 7 പ്രൈം നമ്പർ ആണോ? അതെ. അപ്പം ഇങ്ങനെയാണ് പ്രൈം നമ്പർ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ പ്രൈം നമ്പർ ഞാനിപ്പോൾ ഇവിടെ 7 അടിച്ചു കൊടുത്തു. 7 അടിച്ചു കൊടുത്തത് എന്താണ്? അത് പ്രൈം നമ്പർ ആണ്. പക്ഷെ ഇവിടെ നണ്ണാവുന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് ഇവിടെ പ്രൈം നമ്പറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു ഇഷ്യൂ വരുന്നത്. അത് ഫിക്സ് ചെയ്തിട്ടില്ല, സൂൺ ചിലപ്പോൾ ഫിക്സ് ചെയ്യുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏത് നമ്പർ കൊടുത്താലും എന്ത് ചെയ്യും, അത് നണ്ണെണ്ണാണെന്ന് കൊടുത്തോളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് 11 കഴിഞ്ഞു. 12 എന്താണ്? നമുക്ക് 2/2 മെട്രിക്സ്. എന്താണ് 2/2 മെട്രിക്സ് എന്ന് പറയുന്നത്? സോറി, എൻ്റെ ടു കണ്ടിന്യൂ കൊടുക്കുന്നത് ഞാൻ പക്ഷേ കൊടുത്ത് തെറ്റിപ്പോയി. ഓക്കെ, ഞാൻ വീണ്ടും 12 കൊടുക്കുകയാണ്. 2/2 മെട്രിക്സ്. എന്താണ് 2/2 മെട്രിക്സ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2/2 മെട്രിക്സ്. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോ 2 കോളം. ഇതാണ് 2 റോ 5 2 6 3. 2 റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 6 2 3. ഇതാണ് സെക്കൻഡ് കോളം. അപ്പോൾ 2/2 എന്ന് പറയുന്നത് 2/2 എന്ന് വായിക്കുന്നത് ഇതാണ്. എന്നാൽ 2 into 2 എന്നാണ് എഴുതുന്നത്. 2/2 എന്നാണ് വായിക്കുക. ഓക്കെ, 2/2 മെട്രിക്സ് എഴുതിച്ചാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്താൻ വന്നത്. എന്താണ് ഡിറ്റർമിനന്റ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് എ, ഇത് ബി, ഇത് സി, ഡി. ഇത് ഞാൻ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. എ ബി സി ഡി. ഇവിടെ എയുടെ പൊസിഷൻ എന്ന് നടക്കുന്നത് 5. ഞാൻ ഒന്നുകൂടെ മാറ്റിയതാണ്, ഞാൻ നേരത്തെ എത്തുന്ന ഇതാണ് 5. ബിയുടെ പൊസിഷൻ എന്ന് 2, സിയുടെ പൊസിഷൻ എന്ന് നടക്കുന്നത് 6, ഡിയുടെ പൊസിഷൻ നടക്കുന്നത് 3. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5 into 3. അപ്പം എന്ത് വരും? 15. 5 into 3 15. 6 into 2 12. 15 minus 12 3. ഇതാണ് എനിക്ക് ആൻസർ ആയിട്ടത്. അപ്പോൾ ഞാൻ ഈ നമ്പർ അടിച്ചു കൊടുക്കാം. 5 2 6 3 അടിച്ചു കൊടുക്കാം. അപ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ 6, ഡിയുടെ വാല്യൂ 3. ആൻസർ എന്ത് കിട്ടി? 3 കിട്ടി. ഇതല്ലെങ്കിൽ ആൻസർ ഇവിടെ കിട്ടുന്നത് 3. ഇങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടെത്തുക. ഓക്കെ, ഇനി അടുത്ത് കണ്ടെത്തുന്നത് ലീനിയർ ഇന്റർപോളേഷൻ. 13 കൊടുക്കണം. അപ്പോൾ 13 ആൻസർ കൊടുക്കുകയാണ്. അപ്പോൾ ലീനിയർ പോളേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇടുന്നത് എനിക്കൊരു എക്സ് എന്ന് പറഞ്ഞ XY എന്നൊരു ഗ്രാഫ് ഉണ്ട്. അതായത് ഇത് Y കോർഡിനേറ്റ് ആണ്, ഇത് X കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്ന് പറഞ്ഞ പൊസിഷനിൽ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഞാനൊരു വാല്യൂ എഴുതിയേക്കാണ്. അതുപോലെ 2 എന്ന പൊസിഷനിൽ ഒരു പോയിന്റ് എടുത്തു. അതായത് 1ൽ ഈ ഒരു പോയിന്റും Y ആക്സിസിൽ 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോയിന്റ് എടുത്തേക്കാണ്. ഓക്കെ, ഇത് ഈ ഒരു പോയിന്റ്, അതാണ് 1 2 എന്നത് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പോയിന്റ് 1 2. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് ഇരുന്നത്. ഇത് മനസ്സിലാൻ വിചാരിക്കുന്നു. അതായത് X ആക്സിസിൽ 1ലും Y ആക്സിസിൽ 2 എന്ന സ്ഥലത്ത് ഒരു പോയിന്റ് ഞാൻ ഇട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഞാൻ അടുത്തൊരു പോയിന്റ് എടുക്കാണ്. X ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു പോയിന്റ്. ഇതാണ് എൻ്റെ X ആക്സിസിൽ 4 എന്ന പൊസിഷനിൽ. Y ആക്സിസിൽ 5 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു പോയിന്റ്. ഇതാണ് എൻ്റെ Y ആക്സിസിൽ 5 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു പോയിന്റ്. ഓക്കെ, 4 5 എന്ന പൊസിഷനിൽ എന്ത് ചെയ്തു? ഞാനൊരു പോയിന്റ് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിന്റിനെ ഞാൻ കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ 1 2 എന്ന് പറഞ്ഞ പോയിന്റിനും 4 5 എന്ന് പറഞ്ഞ പോയിന്റിനും കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലീനിയർ ഇന്റർപോളേഷൻ എന്താ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഈ ഒരു ലൈനിൽ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എക്സ് ആക്സിസിൽ ഈ ഒരു ലൈനിൻ്റെ ഉള്ളിൽ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ആണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കണം. അപ്പോൾ 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ 3 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഈ ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ് ആക്സിസിൽ ഞാൻ കൊടുത്ത പോയിന്റ് 3. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ലീനിയർ ഇന്റർപോളേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ഇന്റർപോളേഷൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? y ഈക്വൽ ടു ആ വൈ വാല്യൂ കണ്ടെത്താനായിട്ട് y1 പ്ലസ് ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നതാണ് പറയുന്നത്. ഏത് ആൻസർ? എനിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വൈയുടെ വാല്യൂ കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്? x0 ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ x0 കൊടുക്കുന്നത്? 1. ഇതല്ല എൻ്റെ x0 എന്ത്, അതായത് എക്സ് ആക്സിസിലുള്ള ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത് എന്ത് ചോദിച്ചത്? y0 ചോദിക്കും. അപ്പോൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 കൊടുത്തു. അതിനുശേഷം x1 എൻ്റെ അടുത്താണ് ഇവിടെ കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് എടുക്കുന്നത് ഇവിടെ ഇരുന്നത്. x1 ഏതാ? 4 ആണ്. y1 ഏതാ? 5 ആണ്. ഓക്കെ, അപ്പോൾ x1 4, y1 5 കൊടുത്തു. അടുത്തവർ ചോദിച്ചേക്കണം എക്സിന്റെ വാല്യൂ എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഞാൻ ഏത് പോയിന്റ് ആണോ എക്സ് കൊടുത്തിട്ട് വൈ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ എക്സ് കൊടുത്തിട്ട് എന്താ? 3. അപ്പോൾ ഞാൻ 3 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടണം? 4 എന്ന് ആൻസർ കിട്ടണം. കിട്ടിയില്ലേ? ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് വരച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. അതായത് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 4. അതല്ലേ ഞാൻ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാൻ വിചാരിക്കുന്നു. 2 ആർബിട്രറി പോയിന്റ് എടുത്തു. ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിൻ ആയിട്ട് 2 പോയിന്റ് എടുത്തു. ആ പോയിന്റ് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ വരച്ചു. ആ ലൈനിൽ ഒരു എക്സ് കോർഡിനേറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടെത്താൻ നോക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് വെറുതെ 1 2 1 2 എന്ന് കൊടുത്തെന്ന് സംഭവിക്കും. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കൊടുത്തു. എന്നിട്ട് എക്സിന്റെ വാല്യൂ 4 കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ ഉണ്ടോ? ഇല്ല. അതാണ് ഞാൻ ഈ കാര്യം പഠിപ്പിച്ചു തന്നത്. അതായത് ഇതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ ഒരു ആർബിട്രറി ഒരു ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിലുള്ള വാല്യൂസ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചാറ്റ് ജിപിടി ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? ലീനിയർ ഇന്റർപോളേഷൻ കണ്ടെത്താനുള്ള ഒരു കുറച്ച് എക്സാമ്പിൾ കോർഡിനേറ്റ്സ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിപിടി ആണ് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വശങ്ങൾ പഠിക്കാൻ നിൽക്കണം എന്നർത്ഥം. ഓക്കെ, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലീനിയർ ഇന്റർപോളേഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഔട്ട്പുട്ട് മര്യാദയ്ക്ക് കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ലീനിയർ ഇന്റർപോളേഷൻ കഴിഞ്ഞു. അടുത്ത മോഡുലർ എക്സ്പോണൻഷ്യൽ 14. സോറി, ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. 14 ക്ലിക്ക് ചെയ്യാണ്. അതിൽ 14 ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലർ എക്സ്പോണൻഷ്യൽ കഴിഞ്ഞാൽ ബേസ് എക്സ്പോണന്റ് എന്നിട്ട് അതിന്റെ മോഡുലസ്. അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഓക്കെ, അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് റേസ് ടു എക്സ്പോണന്റ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പവർ ചെയ്തില്ലേ? 2 റേസ് ടു 3, 3 റേസ് ടു 2 എന്നൊക്കെ ചെയ്തില്ലേ? അതായത് 2 ആണ് ബേസ് പൊസിഷൻ. ഞാനിപ്പോൾ 2 റേസ് ടു 3 എന്നാണ് ഇതെന്ന് വിചാരിക്കുക. 2 റേസ് ടു 3 എന്നാണെന്നുണ്ടെങ്കിൽ 2 റേസ് ടു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ പവർ ചെയ്ത. അപ്പോൾ 2 റേസ് ടു 4 എന്ന് എഴുതാൻ വിചാരിക്കുക. അപ്പോൾ 2 ആണ് എന്ത് ബേസിൽ വരുന്നത്, അതിന്റെ പവർ ആയിട്ട് എക്സ്പോണന്റ് ആയിട്ട് വരുന്നത് 4 ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതണ്ടല്ലേ പവറും എക്സ്പോണന്റും. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് വാല്യൂ, ഇതാണ് എൻ്റെ എക്സ്പോണന്റ് വാല്യൂ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബേസ് വാല്യൂ 3 എഴുതി വെച്ചേക്കാണ്, എക്സ്പോണന്റ് 3 എഴുതി വെച്ചേക്കാണ്. അപ്പോൾ 3 റേസ് ടു 3 എത്രയാണ്? 3 × 3 × 3 27. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ ഗിറ്റബിൽ കൊടുക്കുകയാണ്. അപ്പോൾ ബേസ് വാല്യൂ 3 കൊടുത്തിരിക്കുന്നു, എക്സ്പോണന്റ് വാല്യൂ 3 കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചേക്കണം മോഡുലസ്. മോഡുലസ് ഒക്കെ എന്ത് ചോദിച്ചത്? മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് കൊടുത്തത്. അപ്പോൾ മോഡിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 2 ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മോഡുലസ്? അതായത് എനിക്ക് 27യുടെ ആൻസർ കിട്ടി. 27 മോഡുലസ് 2. അതായത് നമുക്കിത് പറയാം 27 ഡിവൈഡ് 2 എന്നാണ് കൊടുത്തത് വിചാരിക്കുക. 27 ഡിവൈഡ് 2 എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടുക? ഒരു 13.5 ഒക്കെ ആൻസർ കിട്ടും അല്ലേ? 13, 26, 27 അല്ലേ? 13.5 ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഡിവൈഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 13.5 ആൻസർ കിട്ടുക. ഇവിടെ ഡിവൈഡിന് പകരം കൊടുത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? മോഡുലസ് എന്ന് പറയുന്നത്. ഈ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടും? 26 മേലെ ആൻസർ കിട്ടുക. അതിന്റെ റിമൈൻഡർ എന്ത് വരും? 1 ആണ് എനിക്ക് ആൻസർ വരാം അല്ലേ? റിമൈൻഡർ 1 അല്ലേ ആൻസർ വരാം. അപ്പോൾ ഞാനിവിടെ മോഡുലസ് എത്ര കൊടുക്കണേ? ഞാനിവിടെ 2 കൊടുക്കാൻ വിചാരിക്കുക. 2 ഞാൻ കൊടുത്തിട്ടുണ്ട്, 2 3 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് 2 കൊടുക്കുകയാണ്. 2 കൊടുത്തെങ്കിൽ എന്താ ആൻസർ വരണം? 1 ആൻസർ വരണം. മോഡുലസ് ഓപ്പറേറ്റർ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ആൻസർ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടു ദ പവർ 3 കൊടുത്ത് നോക്കിയാൽ, അപ്പോൾ അത് ബേസ് 2ഉം എക്സ്പോണന്റ് 3 കൊടുത്ത് നോക്കിയാൽ, അപ്പോൾ 2 × 2 × 2 4 × 2 8 വരും. എൻ്റെ എക്സ്പോണന്റ് ഞാൻ മോഡുലസ് എത്ര കൊടുത്തു? ഞാനൊരു 3 കൊടുത്ത് നോക്കിയാൽ, അപ്പോൾ 3 കൊടുത്താൽ എന്താ ആൻസർ വരും? 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആൻസർ വരും? എനിക്ക് 2 ആണ് ആൻസർ വരിക അല്ലേ? ഞാനിവിടെ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റർ അടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 14 കൊടുത്തു. 14 കൊടുത്തു. അതിന്റെ ബേസ് ഏതാ കൊടുക്കാൻ വന്നിരിക്കുന്നത്? ബേസ് ഏതാ കൊടുക്കാൻ വന്നിരിക്കുന്നത്? 2ഉം 3ഉം 3ഉം. ഓക്കെ, അപ്പോൾ 2 കൊടുത്തു, 3 കൊടുത്തു, 3 കൊടുത്തു. എന്താ ആൻസർ വന്നു? എനിക്ക് 2. കാരണം റിമൈൻഡർ എന്താണ്? 2 ആണ്. അതായത്
2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരുന്നു? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ വെച്ചാൽ 3 ഇൻറ്റു 2 6. ബാക്കി എത്ര റിമൈൻഡർ ഉണ്ട്? 2. 2 ആണ് എനിക്ക് ആൻസർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇതിലുള്ള എല്ലാ കാൽക്കുലേഷൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എല്ലാ എക്സ്പ്ലനേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാ പ്രാവശ്യം നടക്കുന്നത് ഇതൊരു റീഡ് ഓൺലി ഓപ്പറേഷൻ ആണ്. ഞാൻ ചാറ്റ് ചോദിച്ചപ്പോൾ ചാറ്റ് ജിപിടി വന്നത് ഒരു റീഡ് ഓൺലി ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നിങ്ങൾ അവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്മാർട്ട് കോൺട്രാക്ട് നടത്തുന്നത് ഇവിടെ കുറേ ട്രാൻസാക്ഷൻസ് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, ഒരു റീഡ് ഓൺലി ഓപ്പറേഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതാണ് എന്ത്. ഇവിടെ നമ്മൾ കോൺട്രാക്ട് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് കോൺട്രാക്റ്റാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഡി എന്ന് പറഞ്ഞ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം കൂടി 2 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോൺട്രാക്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേർഷൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ കോൺട്രാക്റ്റ് അവർ പുതുക്കുമ്പോൾ അതൊരു വീണ്ടും സെറ്റ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഈ ഒരു പ്രൈം നമ്പർ സംഭവിക്കും. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ പ്രൈം നമ്പർ കൊടുക്കുന്ന വാല്യൂ തെറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള ട്രാൻസാക്ഷൻസും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെയിലി ഇതേ സെയിം ഇൻപുട്ട് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് പാഡിൽ എഴുതി വയ്ക്കാം. ആ ഇൻപുട്ട് തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അത് അങ്ങനെ തന്നെ കൊടുത്ത് ഇതായിട്ട് ഇന്ററാക്ട് ചെയ്യാം. പ്ലസ് ഇതിന്റെ അർത്ഥം ഇനി ഞാൻ ഇത് ചെയ്യണമെന്നാണോ, CM ഒക്ട്ര അപ്ലൈ ക്ലൈന്റ് ചെയ്യണമെന്നാണോ? അല്ല, ഞാനിപ്പോൾ ചെയ്യണം. ഞാനിപ്പോൾ ഇനി CM ഒക്ട്ര ക്ലൈന്റ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 0 അടിച്ച് എക്സിറ്റ് അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, CD സ്പേസ് ഡോട്ട് അടിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ഒക്ട്ര CM എന്ന് പറഞ്ഞാൽ പാരന്റ് ഫോൾഡറിലെത്തി. അതിനുശേഷം എന്ത് ചെയ്തു, CD CM എന്നിട്ട് എന്ത് ചെയ്തു, ഒക്ട്ര അതേ ഇതിലാണ് കൊടുക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കണം, പ്രീ ക്ലൈന്റ് എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, എൻ്റെ ഇതിനുള്ളിൽ കയറി. ഇനി എന്ത് ചെയ്യണം, .run.sh എന്ന കമാൻഡ് ഉപയോഗിക്കുക. അപ്പോൾ എന്ത് പറ്റും, നേരെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാം. ഇനി ഇത് എക്സിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 0 അടിച്ച് എക്സിറ്റ് ആവും. പക്ഷേ ഇവിടെ ചിലപ്പോൾ ബ്ലൂ കളർ വരും. നിങ്ങൾക്ക് ബ്ലൂ കളർ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവിടെ ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യുക, പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ തുടങ്ങുക. അതിനുശേഷം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ കളയാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ മേലെ ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ സാധനം കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് എന്ത് പറ്റും, വീണ്ടും ടെർമിനൽ ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോൾ എടുക്കുന്ന ഒക്ട്ര CML ആണ്. ഏത് ബേസ് ഫോൾഡർ ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഏത് ഫോൾഡറിലേക്കാണ് പോകുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക. ഇനി അതല്ല, വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ റൈറ്റിലേക്ക് നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ഇൻ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ആ ടെർമിനൽ കറക്റ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, CD ഡോട്ടോ ഇങ്ങനെ ഒന്നും അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, CM ഒക്ട്ര അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ റൈറ്റിലേക്ക് ആക്കിയിട്ട് ഓപ്പൺ ഇൻ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തുറന്നു തരും. അപ്പോൾ പുതിയൊരു ടെർമിനലാണ് ഇവിടെ തുറന്നു തന്നത്, ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ CD ഡോട്ട് കമാൻഡ് അടിച്ചിട്ട് CD ഡോട്ട് എന്ന് അടിക്കരുത്. അപ്പോൾ എന്ത് വരും, കമാൻഡിനോട് പറയുന്നത് CD സ്പേസ് ഡോട്ട് എന്നാണ് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് കമൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞ പോലെ ട്രയലിലേക്ക് അടിച്ച് പോകാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതായിട്ട് ഡെയിലി ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ട്രാൻസാക്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ കൂട്ടാൻ നോക്കുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് എയർ ഡ്രോപ്പ് കൺഫേംഡ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്നും അറിയില്ല. കൺഫേംഡ് ആണോ ഇല്ലയോ എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല. സോ ഇതൊരു ഹോപ്പിൽ ചെയ്ത് പോകുന്നതാണ്. ചെയ്യുകയാണെന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് അധികം യൂസേഴ്സ് വളരെ കുറവാണ്. ഇത്ര കുറച്ച് ടെക്നിക്കാലിറ്റി കൊള്ളാനും വളരെ യൂസേഴ്സ് കുറവാണ്. അപ്പോൾ വീഡിയോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.